ഹലോ ഹലോ ഫേവർ ലൂബ. പിന്നെ വഴിക്കൊന്നും കണ്ടില്ലല്ലോ. തിരക്ക് കടയിൽ എപ്പോഴും തിരക്കാണേ. സൗത്ത് ഇന്ത്യയിൽ നിന്ന് മുഴുക്ക ആളുകൾ വരുന്നുണ്ടാവൂലോ, അപ്പൊ തിരക്കുണ്ടാവും. നടക്കാത്ത വാച്ചെന്തിനാ കൈ കെട്ടണേ? അതഴിച്ചു തന്നിട്ട് ദാ ഇത് കെട്ടിക്കോളൂ. സമയം അറിയില്ലല്ലേ പ്രധാനം. ഇതിലിപ്പോ സമയം കൃത്യ 5:45. അപ്പൊ ഇതിന്റെ സൂചി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയോ? കൊറേ പിന്നോട്ട് നടന്നപ്പോ അതിന് തോന്നി കാണും എന്നാ ഇനി കുറച്ച് മുന്നോട്ട് നടക്കാന്ന്. എന്നാലും ഇനിയും കേടാവൂലോ. അപ്പൊ കിട്ടാം. അയൽക്കാരന്റെ ഗിഫ്റ്റ് ആയിട്ട് കൂട്ടിക്കോളൂ. സമയം ഇതിലും കൃത്യ. നിർബന്ധം അച്ഛാ തന്നോളൂ. മുത്തശ്ശി കെട്ടിക്കോളൂ. ടൈം പീസ് പൂച്ച തട്ടിയിട്ട് ഉടച്ചതുകൊണ്ട് സമയം അറിയാൻ പറ്റണില്ലാന്ന് മുത്തശ്ശി ഇന്നലെ കൂടി പറഞ്ഞു കേട്ടു. വലിയ ഉപകാരം കേട്ടോ. ഇത് ഗിഫ്റ്റ് തന്നെയല്ലേ, ഒടുക്കം ബില്ലേക്കരുത്. ഇന്നലെ കൈ ഒരുപാട് പൊള്ളിയല്ലേ? കൈ പൊള്ളു? ആ, സന്ധ്യക്ക് കാർത്തികളൊക്കെ വെച്ചപ്പോ. എങ്ങനെയാ കണ്ടത്? അപ്പൊ ആ പരിസരത്തൊന്നും കണ്ടില്ലല്ലോ. മനക്കണ്ണുകൊണ്ട് ദിവ്യദൃഷ്ടി ഉണ്ട് എനിക്ക്. അന്ന് തുമ്മിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഇനി കാലാകാലങ്ങളിൽ ഇതുപോലെ ഓരോ പ്രവചനങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നാളെ പൗർണമി. നോസ്ട്രഡാമസ് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അയ്യർ ദി ഗ്രേറ്റ് കണ്ടിട്ടുണ്ടോ? അതിലെ മമ്മൂട്ടിയെ പോലെ എന്റെ പ്രവചനങ്ങളും ഇനി സംഭവിക്കാൻ പോവുകയാണ്. നാളെ രാത്രി താൻ ഉറങ്ങിക്കിടക്കുമ്പോൾ സമയം ഏതാണ്ട് 12-ന് 1 മിനിറ്റ് മുമ്പുള്ളപ്പോൾ വിദൂരതയിൽ നിന്നൊരു പാട്ടൊഴുകിയെത്തുന്നു. താൻ അറിയാതെ ഉറക്കമുണർന്നു പോകുന്നു. പാട്ടിന് ചെവി ഓർക്കുന്നു. എവിടെ നിന്നാവും ആ പാട്ടെന്നറിയാൻ അപ്പുറത്ത് കിടക്കുന്ന ചേച്ചിയെ ഉണർത്താതെ താൻ മെല്ലെ എഴുന്നേറ്റ് ജനലിനരികിലേക്ക് വരുന്നു. അപ്പോൾ വിദൂരതയിൽ ഉറങ്ങാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഒരു പാവം നക്ഷത്രം. ആ നക്ഷത്രം തന്നെ തന്നെ നോക്കി പറയും, ഐ ലവ് യു. കാള വാല് പോക്കണ കണ്ടപ്പോഴേ മനസ്സിലായി സൂക്കട് എന്താണെന്ന്. ബാക്കി ഞാൻ ഭാരതീയച്ചൂട് പറഞ്ഞോളാം. ഗിഫ്റ്റ് എന്ന വാച്ചും അവിടെ ഏൽപ്പിക്കാം. കാളകള് വാല് പൊക്കണ കാരണം ഒരു കാര്യവും പറയാൻ പറ്റണല്ലോ ഈശ്വര. നമ്മുടെ നാട്ടുകാർക്ക് ചിരട്ടാന്ന് പറഞ്ഞ പുച്ഛമല്ലേ. സായിപ്പന്മാര് തന്നെ വരണം ഇതൊക്കെ വാങ്ങാൻ. സീസൺ അല്ലാത്തതുകൊണ്ട് ഒരു കുഞ്ഞിനെ കാണാനുമില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് തന്നെ ബാക്കിയാ. വില കുറയ്ക്കാൻ വേണ്ടി പ്രഭാരേട്ടൻ അങ്ങനെയൊക്കെ പറയും. സൊസൈറ്റിക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്കെന്താ കുഞ്ഞ്? ഈ കുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കണതല്ലേ. മൊത്തം ഒരു 500 ഇടാ അല്ലേ? അയ്യോ അതുപോലെ പ്രഭാരേട്ടാ, ഒരു 750 തരണം. അത് ഇത്തിരി കൂടുതലാ. കൂടിയ ഒരു 550 അതിനേ ഉള്ളൂ. എന്നാ 600? 550 കൂടുതലേ കുട്ടി. എന്നാ ഒരു 575 25 റുപ്യക്ക് 2 കിലോ പഞ്ചസാര കിട്ടും പ്രഭാരേട്ടാ. ഭരതമാഷക്ക് ഇങ്ങനെ ഒരു കുട്ടിയോ? എന്തൊരു കണക്ക് പറച്ചിലത്. എന്തിനാ അതൊക്കെ വാങ്ങിയത് എന്റെ കുട്ടിയോളെ? അത്യാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടല്ലോ എന്റെ കയ്യില്. ഇത് മുത്തശ്ശിയുടെ പിറന്നാളിന്റെ വകയെന്ന് കൂട്ടിക്കോളൂ. അന്നൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. എന്റെ ശമ്പളം വീട്ടു ചെലവിന് തന്നെ തികയണില്ല. അതിന്റെ കൂടെ ഇത് എന്റെ വകയൊന്നുമല്ല, ഇച്ചേച്ചിയുടെ വകയാ. കഷ്ടായിപ്പോയി, മഹാ കഷ്ടായിപ്പോയി. കണ്ടില്ലേ കുട്ടികളുടെ മുഖം പൊട്ടിയിരിക്കണേ? തോന്നിയാസ ചക്കൻ കാണിച്ച് പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ കയറി ഇങ്ങനെ അതിക്രമം കാണിക്കേ. ഹോ ദുഷ്ടൻ, കാക്കോടകൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇത്ര എന്നെ കൊണ്ട് പറ്റൂ. അച്ചുവേട്ടൻ അങ്ങനെ പറയുന്നത്. പിന്നെ എങ്ങനെ പറയണം? മയക്കെടുത്ത് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി പ്രതിഷേധയോഗം നടത്തണോ? അച്യുതന്റെ അടുത്തല്ലാണ്ട് അവരാരുടെ അടുത്താ പോയി പറയാ? ഓ ഉണ്ടല്ലോ അയൽക്കാരെ. വേണമെങ്കിൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടാം, അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. കള്ളുകൂടി അടിപിടിയായിട്ട് നടക്കുന്നവരെന്ത് പോലീസ്? വെറുതെ വാശി കൂട്ടാന്നല്ലാണ്ട്. എന്നാ പിന്നെ മിണ്ടാണ്ട് ഇറങ്ങി കൊടുക്കുക. ഉപദ്രവണ്ടാവില്ലോ. എന്നിട്ടൊരു വീട് വാടകയ്ക്ക് എടുക്കുക. ഉദ്യോഗസ്ഥ ഉണ്ടല്ലോ, ഉദ്യോഗസ്ഥ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കൊടുക്കണില്ല. മുത്തശ്ശിക്കും കൂടി അവകാശപ്പെട്ടതാ വീട്. മുത്തശ്ശിക്ക് അവകാശമുണ്ട്. പക്ഷേ നിയമപരമായിട്ട് ഇപ്പോഴും അവന്റെ അമ്മ തന്നെയാ നിങ്ങളുടെ അച്ഛന്റെ ഭാര്യ. കോടതിയുടെ മുമ്പിൽ നിങ്ങളെ വെപ്പാട്ടിയുടെ മക്കളാ. ഇങ്ങനെ കണ്ണ് ചോരിയില്ലേണ്ട വർത്തമാനം പറയരുത് അച്ഛതാ. ഒന്നുമില്ലെങ്കിൽ നീ അവരുടെ അമ്മാമയല്ലേ? അമ്മാമ അങ്ങനെ ഒരു വിചാരമുണ്ടോ വിറ്റോളക്ക്? അഹങ്കാരല്ലേ അഹങ്കാരം. അങ്ങനല്ലേ വരൂ. അച്ഛന്റെ മക്കളല്ലേ. പുച്ഛായിരുന്നു പുച്ഛം. ഞാൻ പിശുക്കനാണ്, അരസികനാണ്, വലിയ കലാകാരനല്ലേ. മദ്രാശിയിൽ ഡാൻസ് പഠിക്കാൻ പോയ പെണ്ണിനെ വശീകരിച്ചെടുത്തതാ സംഗീതം പാട്ടെന്നൊക്കെ പറഞ്ഞ്. ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ പെങ്ങളായിട്ട്. അറിയോ സുകുമാരന്? അതൊക്കെ പഴയ കഥകളല്ലേ, അവര് മരിച്ചും പോയി. പഴയ കഥയ്ക്ക് പുതിയ പതിപ്പ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. കണ്ടില്ലേ ഒരുത്തി കോളേജിൽ നിന്ന് ഒരുത്തന്റെ കൂടെ പ്രേമിച്ചോടിപ്പോയി. അമ്മയുടെ പാരമ്പര്യം. അതിന്റെ പേരിൽ നാണക്കേടിന്റെ പങ്ക് അച്ചുവന്നായിരുന്നു. മതി വിസ്തരിച്ചത്. നാണക്കേടൊക്കെ ഞങ്ങൾ സഹിച്ചോളാം. ആരും സഹായം ചോദിച്ചാൽ നിങ്ങൾ വരണില്ല. ആ പേരിൽ കാശ് ചെലവാന്ന് പേടിക്കേണ്ട അച്ചുവന്നായര്. വരണ്ട വരണ്ടെന്ന് 1000 പ്രാവശ്യം പറഞ്ഞല്ലേ മുത്തശ്ശിയോട്. ഇപ്പൊ തൃപ്തിയായില്ലേ? ഇറങ്ങട്ടോ അങ്ങട്. രാംദാസ് വക്കീൽ പറഞ്ഞു അച്ചുവേട്ടൻ അതുവരെ ഒന്ന് ചെന്നാൽ അവന്റെ വക്കീലിനെ കണ്ട് ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചു നോക്കാന്ന്. അതൊന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ കൂടി വന്നത്. ചെല്ലാം, ഒത്തുതീർപ്പാക്കാം.
എല്ലാം കഴിഞ്ഞ് അയാളുടെ ആളെ ഇങ്ങോട്ട് വിടും. വീടും പറമ്പും വിറ്റ് വക്കീൽ ഫീസ് ഇയാൾ കൊടുക്കൂ. രാമദാസ് വക്കീൽ തന്നെ വേണല്ലോ. ആ ഹ. കോയമ്പത്തൂർ പോയിരിക്കായിരുന്നു ഇന്നലെ ഞാൻ. വന്നപ്പോ അടുത്തമ്മ പറഞ്ഞിട്ട് അറിഞ്ഞത്. മുറിവ് അധികം ഉണ്ടോ? സാരില്ല. ഇതിനു മുമ്പ് ഉണ്ടായിട്ടോ ഉപദ്രവം? ഇടയ്ക്കിടയ്ക്ക്. അച്ഛൻ മരിച്ചേ പിന്നെയാ. ഞങ്ങളവിടെ ഇറങ്ങണ വരെ ഉണ്ടാവും. വക്കീൽ എന്താ പറഞ്ഞത്? കേസ് കഴിയാനിടത്തോളം നീട്ടിക്കൊണ്ട് പോവാം. പക്ഷെ അതുകൊണ്ടും കാര്യം ഉണ്ടാവില്ല. അവകാശമില്ലല്ലോ ഞങ്ങൾക്ക്. ഞങ്ങള് സെപ്പാട്ടിയുടെ മക്കളല്ലേ. എനിക്ക് എങ്ങനെയാ തന്നെ സഹായിക്കാൻ പറ്റാ? സഹായിക്കാൻ ഉത്തരവാദപ്പെട്ടവരെന്നെ ചെയ്യണില്ല. ഉത്തരവാദിത്തപ്പെട്ടവരില്ലെങ്കിൽ വേണ്ട. ഞങ്ങളൊക്കില്ലേ? ഞാനുണ്ട്, ഏട്ടനുണ്ട്, ഏടത്തേമ്മയുണ്ട്. ഒരാശ്വാസത്തിന് ചിന്തമോളും കൂടി ഉണ്ട്. ഏയ് കരയാ? പെൺകുട്ടികളെ കരയണ കാണാൻ ഒരു ഭംഗിയില്ല. ഗിഫ്റ്റ് എന്ന വാച്ച് അടുത്തേമ്മയുടെ അടുത്ത് എത്തിയിട്ടില്ലാട്ടോ. ചിന്തുമോളെ, ഏയ് എന്താ ഇത്? അവിടെ ഇതിൽ കൂടി നോക്കി അടുത്ത് കാണാം. ഓഹോ, എവിടെയൊന്ന് നോക്കട്ടെ. ചെറിയച്ഛനെ കാണിച്ചത്. മോള് ഗലീലിയോ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ, അങ്ങനെ ഒരാളുണ്ടായിരുന്നു പണ്ട്. അങ്ങനെ ഒരു നീണ്ട കുഴൽ ഇങ്ങനെ ആകാശത്തേക്ക് പിടിച്ച് നക്ഷത്രങ്ങൾ നോക്കുമായിരുന്നു. നമ്മുടെ വീട്ടിലും ഉണ്ട് ഒരു ഗലീലിയോ. പക്ഷേ അങ്ങേര് നക്ഷത്രങ്ങളെ അല്ല നോക്കുക, അല്ലേ ഭാരതിയെ? ആ, നീ എന്താ ഊണ് കഴിക്കാത്തെ? ഞാൻ മോളെ ചരിത്രം പഠിപ്പിക്കല്ലേ. ഞാൻ ഈ കോയമ്പത്തൂർ വെച്ച് വാന നിരീക്ഷണ കോഴ്സ്, കറസ്പോണ്ടൻസ് കോഴ്സ് പ്രാക്ടിക്കൽ. നിന്റെ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ ഞാനും വന്നത്. മൂന്നിൽ ഏത് നക്ഷത്ര? അങ്ങനെയൊന്നുമില്ല ഏട്ടാ. നമ്മളീ നല്ല ആൾക്കാരെ തമ്മിൽ സ്നേഹം. നീ കിടന്നു വരില്ലൊന്നും വേണ്ട. ചില്ലറ പൈസ ഞങ്ങൾക്കൊക്കെ ഇഷ്ടാണ്. ഇത്തിരി രസമിച്ചോളൂ. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഗോപിയെ. 2 ഏടത്തിമാര് നിൽക്കല്ലോ അവിടെ. എങ്ങനെയാ അപ്പൊ ഞങ്ങളൊരു ആലോചനയായിട്ട് അങ്ങോട്ട് ചെല്ല? അതിന് ആ കുട്ടിക്ക് ഇഷ്ടമാണെന്നറിയാതെ. അപ്പൊ അവൾക്ക് ഇഷ്ടല്ലേ? ഇഷ്ടമാവാൻ വേണ്ടി ഞാൻ ഗുരുവായൂർ ശയന പ്രദർശനം നടന്നുണ്ട്. ഇഷ്ടവും